കാര്യമാണ്. ഇപ്പം നമുക്കൊരു പടം ചെയ്യുമ്പം എവിടെയോ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. അത് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കാനുള്ള ടെൻഷൻ അല്ല, അത് ഈ പടം എങ്ങനെ പോവും, ഈ പടം വർക്ക് ആവോ, എൻ്റെ ക്യാരക്ടർ നന്നാവോ. പുതിയ നിയമത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി. മോശമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കഥാപാത്രം എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോ അങ്ങനെ ചെയ്യാനുള്ള പ്രശ്നം ഹീറോ ആയിട്ട് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആകെ എൻ്റെ വീട്ടുകാർക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനത്തെ എന്താണ് റോൾ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോ ഇത് നീ ചെയ്യണോടാ, നമുക്ക് നല്ലത് എന്തെങ്കിലും ചെയ്താൽ പോലെ. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പൊ നമ്മളൊരു കഥ, അതെ ഒരു ക്യാരക്ടറാണ്, അതിന് മേളിലൊന്നുമില്ല. പിന്നെ ഈ വില്ലൻ ആവണോ ഹീറോ ആവണോ എന്നുള്ള തോട്ട് പോലും നമുക്ക് വരുന്നത് ഈ ഞാൻ നേരത്തെ ടെൻഷൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞതിലെ കാര്യം, നമ്മൾ ആ സമയത്ത് സിനിമ എന്നുള്ളത് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നില്ല. സീരിയസ് ആയിട്ട് ചിന്തിച്ച് കഴിയുമ്പോഴാണ് ഞാനിപ്പോൾ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്താൽ എൻ്റെ കരിയറിനെ അതെങ്ങനെ എഫക്ട് ചെയ്യും. അന്ന് അതൊന്നും ഇല്ലല്ലോ, എനിക്കൊരു ക്യാരക്ടർ കിട്ടി, ബ്രോ മമ്മൂട്ടി നയൻതാരയൊക്കെയാണ് കൂടെ അഭിനയിക്കുന്നത്, ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിൽ വേറെ എനിക്ക് അതെ അതെ. പിന്നെ അത് നമ്മൾ അങ്ങനെ പോലും ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഞാൻ വില്ലൻ വന്നിട്ട് പിന്നീട് നല്ല ക്യാരക്ടേഴ്സ് കിട്ടും. അന്നാകെ ഞാൻ എനിക്കൊരു സിനിമ കിട്ടി അഭിനയിക്കാൻ, അത് ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. 2 ദിവസമായി മിസ്സിംഗ്, ബ്ലാക്ക് ഔട്ട് ആണ് നീ. 48 hours ആയി പോലീസ് നിന്നെ തിരയുന്നു. ഒരു ബാഡ് ന്യൂസ് പാസ് ചെയ്യാം. ദയാനന്ദൻ മാഷ് സൂസൈഡ് ചെയ്തു. ആ സിനിമ എന്തായാലും നല്ല അപ്രീസിയേഷൻ കിട്ടി അല്ലേ. അതിനുശേഷം ആനന്ദം, കൂടെ റോഷൻ ബേസിക്കലി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, അങ്ങനെ വിളിക്കാം. മാത്രല്ല ഒരു പ്ലേ ഡയറക്ടിങ് കൂടി ചെയ്തിട്ടുണ്ട്. വെരി നോർമൽ ഫാമിലി. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയൊരു കാര്യം, ഒട്ടും പ്ലാൻ ചെയ്തതായിരുന്നില്ല. പക്ഷെ അതങ്ങനെ ബേസിക്കലി ഞാൻ നാടകങ്ങൾ ചെയ്തു തുടങ്ങിയ സമയത്ത് ഞാൻ ചെന്നൈയിലും ബോംബെയിലും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ കോട്ടയത്തോ അല്ലെങ്കിൽ നാട്ടിൽ നമ്മുടെ ഇവിടെ ചെയ്തിട്ടേ ഇല്ല. അപ്പം ഡയറക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിങ്ങനെ ഒരു കുറേ കാലം കഴിഞ്ഞ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സാധനമായിരുന്നു. കൊച്ചിയിൽ വന്നു കഴിഞ്ഞ് ഞാൻ സിനിമകളൊക്കെ തുടങ്ങി. ആദ്യം കുറച്ചു കാലം നമ്മൾ ബിസി ആയിരിക്കുമല്ലോ, നമ്മൾ വരുന്ന പടങ്ങളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യും. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ റേറ്റ് എന്തൊക്കെ കാരണവശാലാണല്ലോ അതിൻ്റെ റേറ്റ് ചിലപ്പോൾ കുറയാം. അപ്പം അങ്ങനെ എനിക്ക് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. ഫ്രീ ടൈമിൽ എനിക്ക് ഒബ്വിയസ്ലി ബോറടിക്കാൻ തുടങ്ങി. എത്ര പ്രാവശ്യം നമ്മൾ സിനിമകൾ കണ്ട് തന്നെ വീട്ടിലിരിക്കും. അപ്പോൾ എനിക്ക് നാടകം ചെയ്യണം എന്നൊരു താല്പര്യം. തിരിച്ച് ബോംബെയിലാണ് എൻ്റെ കോൺടാക്ട്സ് എല്ലാം. എല്ലായിടത്തും നോക്കിയപ്പോൾ ഒന്നെങ്കിൽ എല്ലാവരും ഓൾറെഡി ഉണ്ടാക്കിയ ഒരു ഷോ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയതായിട്ടൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുതിയതായിട്ട് ചെയ്യുന്നത് ഭയങ്കര വലിയൊരു ടൈം കമ്മിറ്റ്മെൻറ്റ്. അപ്പം ഞാൻ ജസ്റ്റ് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തേ ഉള്ളൂ. ഓൾമോസ്റ്റ് നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നതിന് തുല്യമാവും. അപ്പം ഞാൻ ഇവിടെ തന്നെ ചെറിയ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള പ്ലാനിൽ തുടങ്ങിയത്. അതായത് എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി മാത്രം, സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി മാത്രം തുടങ്ങിയ പ്ലാനാണ്. അപ്പോൾ ഇതിങ്ങനെ ഡെവലപ്പായി ഒരു സ്ക്രിപ്റ്റായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിനകത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള സാധനത്തിൽ 7-8 ക്യാരക്ടേഴ്സ് വന്നു. അപ്പോൾ ആക്ടേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പം എനിക്കിതിൻ്റെ പുറത്ത് നിന്ന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളായി. അപ്പോൾ എനിക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ പ്ലേ ഉണ്ടാക്കിയ ഒരു 3-4 മാസം വർക്ക് ചെയ്തുണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ആദ്യമൊക്കെ വിചാരിച്ച് കുറച്ചങ്ങോട്ട് കഴിയട്ടെ, പിന്നെ ഒരു ക്യാരക്ടർ എടുത്ത് എനിക്കും ചെയ്തു തുടങ്ങാം. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ഉള്ളിലും പുറത്തും നിൽക്കുന്ന പരിപാടി നടക്കില്ല. അപ്പം അങ്ങനെ ഡയറക്ടർ ആയിപ്പോയതാണ്. ഒരിക്കലും ഈ പോയിന്റിൽ ഡയറക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. ഞാൻ ബോംബെയിലായിരുന്നുവെങ്കിൽ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. കാരണം നമുക്ക് തിയേറ്ററിൽ തന്നെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് ബാക്കിയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ജനറലി ഇത്തിരി കുറവാണ്. ഇതിലിങ്ങനെ ആയിപ്പോയി. അപ്പം എൻ്റെ വലിയ ആഗ്രഹം ഇപ്പം ഞങ്ങളൊരു ഗ്രൂപ്പാണ്, ഇനിയും നാടകങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് വേറെ ആരെങ്കിലും ഡയറക്റ്റ് ചെയ്തിട്ട് എനിക്ക് അഭിനയിക്കണം. നാടകത്തിനോടാണ് കമ്പം, എനിക്ക് ഭയങ്കര ഇഷ്ടം, രണ്ടും ഭയങ്കര ഇഷ്ടം. ഇപ്പൊ സിനിമ നമ്മൾ ഡിസ്കവർ ചെയ്ത് തുടങ്ങിയിട്ട് 2 വർഷമല്ലേ ആവും. അപ്പൊ അതിനോടുള്ള ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടി വരികയാണ്. പക്ഷെ പാരലി ഈ സാധനം മാറിയിട്ടില്ല, അതുകൊണ്ട് ഇത് മിസ് ചെയ്യും. ഒരു ട്രാൻസിഷൻ എങ്ങനെയാ നോക്കി കാണുന്നത്? ഞാൻ അങ്ങനെ ഒരു സ്റ്റേജ് ടു സ്ക്രീൻ
അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇല്ല, അതെ. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുമ്പോഴാണ് സ്റ്റേജ് ടു സ്ക്രീൻ അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള കമ്പാരിസൺ വരെ ഞാൻ ആലോചിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഐ വിൽ ബി ഹാപ്പിയസ്റ്റ്. കാരണം ഒന്ന് മാത്രം ചെയ്താൽ മറ്റേത് ഞാൻ മിസ് ചെയ്യും, അത് ഉറപ്പാണ്. അപ്പോൾ അതിനുള്ള ശ്രമമാണ് ഈ വെരി നോർമൽ ഫാമിലി ചെയ്തത്. ഇപ്പോൾ കൊച്ചിയിൽ ഇനി കുറച്ചു കാലം ഉണ്ടാവും എന്നുള്ള റിയലൈസേഷൻ വന്നപ്പം എങ്കിലും ഇവിടെ നാടകം ചെയ്തേ പറ്റൂ എന്നുള്ളതായിരുന്നു നെക്സ്റ്റ് തോട്ട് വന്നത്. സുഹൃത്ത് ബന്ധങ്ങൾ ഞാൻ ഈ കൊച്ചിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 3 കൊല്ലം ബോംബെയിലായിരുന്നു. അതിനു മുമ്പ് ഒരു 4 കൊല്ലം ചെന്നൈയിലായിരുന്നു. ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ചാടിയതുകൊണ്ട് ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് നല്ല ഫ്രണ്ട്ഷിപ്സാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള സർക്കിളിൽ ചില ആൾക്കാരുണ്ടാവും. ഇപ്പം എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അതിൽ നിന്നൊരു ഒരാൾ, ഇവർ രണ്ടുപേരും ഏകദേശം 4ാം ക്ലാസ് മുതൽ എന്തോ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ആൾക്കാർ വളരെ കുറവാണ്. ഞാൻ പല സ്ഥലങ്ങളിലേക്ക് ചാടുമ്പം ഞാൻ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ എനർജി ഫോക്കസ് ചെയ്യുക. അപ്പം ഈ ഫോണിൽ റെഗുലർലി വിളിക്കുക, എഴുത്തുകൾ എഴുതുക, മെസ്സേജ് ചെയ്യുക, ഐ എം ടെറിബിൾ അറ്റ് ദാറ്റ്. അത് ചെയ്യുന്നത് മുഴുവൻ തൊട്ടടുത്തുള്ള ആൾക്കാരുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള, മനസ്സിൽ ഒരുപാട് സ്നേഹമുള്ള ചില ഫ്രണ്ട്സൊക്കെ വിട്ടു പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഡിസ്റ്റൻസ് ആണ്. ഇപ്പോഴും പണിയെടുത്താൽ തിരിച്ചു കിട്ടും, പക്ഷെ പണിയെടുക്കണം. ആ പണിയെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ സ്ഥലത്തൊരു ഫ്രണ്ട് സർക്കിള് ഞാൻ ഉണ്ടാക്കിയെടുക്കും. അതുണ്ടാക്കിയെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് കൊച്ചിയിലാണ്. ബോംബെയിൽ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തു, ചെന്നൈയിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തു. പക്ഷേ അത് ഭയങ്കര ഓബ്വിയസ് റീസൺസ് ആണ്. ചെന്നൈയിലായിരുന്നപ്പോൾ ഞാൻ കോളേജിലായിരുന്നു, പിന്നെ കൂടെ നാടകങ്ങൾ ചെയ്യുന്നു. ബോംബെയിലായിരുന്നപ്പോൾ ഞാൻ ആദ്യത്തെ കൊല്ലം ബോംബെയിൽ ചെന്ന് ആരെയും അറിയാതെ ആ സിറ്റിയിൽ ചെന്നിട്ട് നേരെ ഡ്രാമ സ്കൂൾ മുംബൈ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അപ്പോൾ 13 പേര് 1.5 കൊല്ലം കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടി ഫ്രണ്ട്സ്. കൊച്ചിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ സിനിമയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സിനിമയിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ കുറവേ ഉള്ളൂ. കാരണം ഈ ഒരു 2 മാസം ഷൂട്ട് കഴിഞ്ഞ് അവരെല്ലാവരും വേറെ സെറ്റിലേക്ക് പോകും. ആർക്കും സമയമില്ല. നമുക്ക് എത്ര ഫ്രീ ടൈം, എത്ര ദിവസങ്ങൾ നമ്മൾ വീട്ടിലിരുന്നെന്ന് പറഞ്ഞാലും ആർക്കും സമയമില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമയിൽ നിന്നും ഒരു 1-2 ആൾക്കാരുമായിട്ടാണ് ഞാൻ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ 1-2 പേര് വെച്ച് പതുക്കെ ഒരു സർക്കിൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ നാടകം ചെയ്തത് ബേസിക്കലി അതിൻ്റെ വേറൊരു അൾട്ടീരിയർ മോട്ടീവ് കൂട്ടുകാരെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഞങ്ങൾ ലിറ്ററലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരു നാടകം ചെയ്താൽ വലിയ കാസ്റ്റ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറേ ഫ്രണ്ട്സിനെ കിട്ടും. അപ്പോൾ ഈ ബർത്ത്ഡേക്കൊക്കെ സർപ്രൈസ് ചെയ്യാൻ മോസ്റ്റ്ലി എൻ്റെ നാടകത്തിലുള്ളവരാണ് വന്നത്. അപ്പം ഞങ്ങൾ പിന്നെ ഇത് കുറേ കൊല്ലം മുമ്പ് ഡിസ്കസ് ചെയ്തത് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. ബേസിക്കലി പൈസ കൊടുത്ത് വാങ്ങിച്ച ഫ്രണ്ട്സാണ്. കാരണം ഇവർ നാടകം ചെയ്തതിന് അവർക്ക് ശമ്പളം കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ അങ്ങനെ പതുക്കെ ആയി വരുന്നു ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. എന്താണ് പ്രണയം റോഷന്? ഇത് മറ്റേ ചോദിച്ചതാ, കൊച്ചു ചോത്തായാലേ സീൻ. എന്റെ ആൻസർ ലവ് ഈസ് ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് എന്താണ് പ്രണയം എന്നൊക്കെ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള, വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഡെഫിനേഷൻ ആയിരിക്കും ചിലപ്പോൾ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സെൻസ് ഉണ്ടാവില്ല. പക്ഷെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടല്ലാത്ത ഒരാളോട് എനിക്ക് ഇതുവരെ പ്രണയം തോന്നിയിട്ടില്ല. എനിക്ക് എപ്പോഴും ആദ്യത്തെ സ്റ്റേജ് ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങനെ നിന്നാണ് ചിലപ്പോൾ അത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവാം. പിന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും ചിലപ്പോൾ ഇതിന് ചുറ്റും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ മാറുന്നതനുസരിച്ച് അവരുടെ എല്ലാവരുടെ ഇക്വേഷൻ മാറും. പക്ഷെ ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ ഒരാളെ അല്ലാണ്ട് കണ്ടിട്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. എന്താണ് സംഭവം എന്നറിയില്ല. സിനിമയിൽ മാത്രമുള്ള അനുഭവം, അതും അഭിനയിച്ച് ഫലിപ്പിക്കാൻ നോക്കുമ്പോഴും ഇതെന്താണ് ഫീലിംഗ് എന്ന് നമുക്ക് ശരിക്കും അങ്ങനെ അറിയില്ല. സിനിമയിലൂടെ അഭിനയിച്ച് അത് മനസ്സിലായാലും മാത്രമേ ഉള്ളൂ. എനിക്ക് ലൈഫിൽ ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല.